ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണ്. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, മാം കവൾ ഭയങ്കര തൊടുത്തിരിക്കണം, അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എപ്പോഴെപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രൊഡക്റ്റ് ഇന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. നമ്മളുടെ കവൾ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ബ്ലഷ് കിട്ടുന്ന രീതിയിലൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. കാരണം ഒരുപാട് ബ്യൂട്ടി നോളേജാണ് നമ്മളുടെ വീഡിയോയിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടത്. നമ്മളുടെ കവള് ഒരു നാച്ചുറലായിട്ട് നമുക്ക് തൊടുത്തിരിക്കുന്ന പോലെ കിട്ടണം അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു നല്ല പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആക്ച്വലി നമുക്കറിയാം, കവള് തൊടുക്കാൻ മീൻസ് നമുക്ക് ബ്ലഷ് ആപ്ലിക്കേഷൻ അല്ലേ, ബ്ലഷ് ഇടുക എന്ന് പറയും. അപ്പോൾ ബ്ലഷ് എങ്ങനെ ഇടുക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ മേക്കപ്പിനോട് ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണല്ലോ. സോ നമ്മളെ ചാനൽ കാണുന്നവരെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് കൂടുതലും ബ്യൂട്ടി കോൺഷ്യസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമാണ്, മേക്കപ്പിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കയ്യിലുള്ള ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും കളറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ഈ കവിളിലൊക്കെ വെച്ച് തേക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടാവും. ആക്ച്വലി എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും എനിക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടിയാലോ, ലിപ്സ്റ്റിക്ക് കിട്ടിയാൽ പോലും ഞാൻ എടുത്ത് കവിളിൽ 2 കവിളിലും ഇങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു. സോ അത് നിങ്ങൾക്കും അതുപോലത്തെ ശീലങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെയാണ്, മേക്കപ്പിനോട് ഒരു ക്രേസ് ഉള്ളവരൊക്കെ അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ക്രേസ് ആയിരുന്നു. നമ്മളെപ്പോഴും ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കുക, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ശരിക്കുമുള്ള ഒരു ബ്യൂട്ടി അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ബട്ട് നമുക്ക് അറിയുന്ന രീതിയിൽ അന്ന് നമ്മളിതെല്ലാം ചെയ്തു പോയിട്ടുണ്ട്. അതൊരു രസമായിട്ടുള്ള ഒരു കാര്യം എന്നാണ്. പ്ലസ് നമുക്ക് എന്ത് കിട്ടിയാലും ലിപ്പിൽ അപ്ലൈ ചെയ്യും. ലിപ്സ്റ്റിക് ഒരു കളർ കിട്ടിയാൽ തന്നെ നമ്മളെടുത്ത് ലിപ്പിലിടും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം മുതൽ തന്നെ നമുക്ക് ഇഷ്ടമാണ് ഈ കവിള് നല്ല തൊടുത്തിരിക്കണം എന്നൊക്കെ ഉള്ളത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ പല രീതിയിലും പല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോഴും എങ്ങനെയാണ് ബ്ലഷ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് എന്താ പറയുക, ഇങ്ങനെ റൗണ്ടിലൊക്കെ കൊടുക്കും. നമ്മുടെ ഇവിടെയാണ് ബ്ലഷ് ഇടുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടാണ്. ബ്ലഷ് ഇടുക എന്നുള്ളതിലുപരി അത് പ്രോപ്പറായിട്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു കാണുമ്പോൾ മുമ്പ് എല്ലാവരും മേക്കപ്പ് ചെയ്തിട്ട് കാണുമ്പോൾ എല്ലാവരും ഒരുമാതിരി കളിയാക്കുന്ന പോലെയായിരുന്നു. ബട്ട് ഇന്ന് ഒരാൾ മേക്കപ്പ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ നാച്ചുറലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. കാരണം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നല്ല വ്യത്യാസമുണ്ട്. നല്ല രീതിയിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ കാണുന്ന ഓരോരുത്തരും അതുപോലെ ആയിരിക്കണം. കാരണം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, പ്രൊഡക്റ്റിലേക്ക് പോകാം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ശരിക്കും ഓഫീസിലേക്കൊക്കെ വരുന്ന സമയത്ത് എല്ലായ്പ്പോഴും മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. ബട്ട് ഇന്ന് ചെയ്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ ഈവനിങ് ആണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഫേസ് എല്ലാം ഭയങ്കര ഡള്ളായിരിക്കും, രാവിലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ് ഒന്നും ഫേസിൽ കാണില്ല. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതൽ ഈവനിങ് വരെ ഭയങ്കര ഡള്ളാണ് ഫേസ്. ബട്ട് എനിക്ക് എന്നാലും ഇന്നൊരു വീഡിയോ ചെയ്യണം എന്നുള്ളതിലാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഫേസിൽ ആ ഒരു ഫ്രഷ് ഫീലൊന്നും കിട്ടത്തില്ല. ബട്ട് എന്നാൽ പോലും അപ്പോൾ ഞാൻ ഇന്ന് ബ്ലഷ് ഇടാതെ വന്നത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എനിക്കത് കാണിക്കണം എന്നുണ്ടായിരുന്നു. കാരണം അത്രയും പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലഷ് ഒന്ന് യൂസ് ചെയ്യാതെ തന്നെയാണ് വന്നേക്കണം കേട്ടോ. ഞാൻ ഇത് അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഏതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, പലരും പറയും ബീറ്റ്റൂട്ട് അതൊക്കെ വെച്ച് നാച്ചുറലായിട്ട് നമുക്ക് ബ്ലഷൊക്കെ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതൊന്നും നമുക്ക് ആ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിലേക്ക് വരില്ല. ബിക്കോസ് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് രാവിലെ ക്ലെൻസ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ട് ടോണർ, മോയ്സ്ചറൈസർ, ദെൻ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ അതിന് മേളിൽ നിങ്ങൾ ബീറ്റ്റൂട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് മിസ്മാച്ചായിട്ട് ഫീൽ ചെയ്യും. ഒരിക്കലും ഇത് ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് പറ്റില്ല. ഇനി നിങ്ങളിതൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയെല്ലാം ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കൊരു മിസ്മാച്ചിങ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മേക്കപ്പിൽ അതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ
ഞാൻ യൂസ് ചെയ്യുന്ന സ്ഥിരമായിട്ട് എൻ്റെ സ്കിൻ ടോണിനനുസരിച്ചും കൂടി നോക്കിയിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ആക്ച്വലി എൻ്റെ ഫേസ് ഇന്ന് ഭയങ്കര ഡള്ളാണ്, എനിക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. എന്നാലും ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കയ്യിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും എടുത്തിട്ട് നമ്മൾ സ്മൈൽ ചെയ്ത് പിടിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഏരിയ. എന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, അതായത് നമ്മളുടെ ചീക്ക് ബോണിന്ന് ഈ സ്മൈൽ ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കണം നമ്മളുടെ അപ്ലിക്കേഷൻ വരേണ്ടത്. ഇങ്ങനെ ആയിരിക്കണം. ഒരിക്കലും ഇങ്ങനെ റൗണ്ടിൽ ചെയ്യരുത് കേട്ടോ. ഈ മെത്തേഡിലായിരിക്കണം നമ്മളുടെ പ്രോപ്പർ അപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പ്രോപ്പർ ഒന്നും ഇത് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. എന്നാൽ പോലും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം നമുക്കൊരിക്കലും ഒരു അൺനാച്ചുറലായിട്ടോ അല്ലെങ്കിൽ നമ്മളവിടെ നമുക്ക് എന്തോ ഒരു സംഭവം നിൽക്കുന്ന പോലെ നമുക്കൊരു ഫീലേ ഉണ്ടാവില്ല. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ബ്ലഷാണ് നമുക്ക് വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പാടുള്ളൂ. നമ്മളുടെ ആദ്യം നമ്മൾ നല്ലപോലെ സ്മൈൽ ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഇവിടെ ചീക്ക് ബോൺ ഉണ്ട്. ഓക്കെ, ഈ ചീക്ക് ബോണിന് കറക്റ്റ് ഈ മെത്തേഡിലായിരിക്കണം നമ്മുടെ അപ്ലിക്കേഷൻ. ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ഒരിക്കലും ഈ ഒരു റൗണ്ടിലോ ഇങ്ങനെയൊന്നും ആയിരിക്കരുത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചിലർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോസിലേക്കും കൂടിയിട്ട് നോസിൻ്റെ ഡിപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ചിലർക്കത് ഇഷ്ടമാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോസിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് തൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും. അതുപോലെ നമ്മളുടെ ഈ ഒരു ചിന്നിൻ്റെ ഏരിയ, മനസ്സിലായോ? ഞാൻ ഒരു ദിവസം നിങ്ങൾക്കൊന്ന്, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും നല്ല ഫിനിഷിങ് വേണം. അതായത് ഞാൻ ഇന്ന് ഫ്രഷ് ആവാതെ രാവിലത്തെ തൊട്ട് ഇരിക്കുന്നതുകൊണ്ട്, ബട്ട് രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിൽ ബ്ലഷൊന്നും അപ്ലൈ ചെയ്യാതെയാണ് ഓഫീസിൽ ഇരിക്കുന്നത്. സോ ഇപ്പോൾ കുറച്ച് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ, ഓക്കെ ആണോ എന്നൊക്കെ. ഇപ്പോൾ നോക്കൂ, ഭയങ്കര നമുക്ക് ഒരു നാച്ചുറൽ ഫീലില്ലേ? ഇങ്ങനെ ഇതായിരിക്കണം നമ്മളുടെ ബ്ലഷ് ആപ്ലിക്കേഷൻ. ഇത് ഞാൻ വളരെ കുറച്ച് ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ക്വാണ്ടിറ്റി ഒത്തിരി എടുക്കരുത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ബ്ലഷ് ചെയ്യുന്നെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. സൺസ്ക്രീൻ ഇട്ട് ഒരു 10-20 മിനിറ്റ്സ് ഒക്കെ കഴിയട്ടെ, അതൊക്കെ സ്കിന്നിലൊന്ന് ഓക്കെ ആയതിന് ശേഷം നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർവ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം എന്താ പറയുക, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മളുടെ കവിളൊക്കെ ഒന്ന് തൊടുത്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് നല്ലൊരു സംഭവമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡിപ്പിലൊക്കെ ഒന്ന് ആക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നോസ് ബ്രിഡ്ജിലും നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇവിടെ നമുക്കൊന്ന് ഹൈലൈറ്റ് ജസ്റ്റ് ഒന്ന് കൊടുത്തപ്പോൾ ഞാൻ നേരത്തെ സ്റ്റോപ്പ് ക്രീമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈറ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നോസ് ഭയങ്കര ഷാർപ്പായിരിക്കും. ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ഒരു സെൽഫ് മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറേയും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ലപോലെ യൂസ്ഫുള്ളാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ ബ്ലഷ് എന്താണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ലിക്വിഡായിട്ടുള്ള ബ്ലഷ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ റിസൾട്ട് ഉള്ളത്. നമ്മളൊരുപാട് എന്താ പറയുക, പൗഡർ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമായിരിക്കും ബ്ലഷൊക്കെ. സോ അത് പൗഡർ ബ്ലഷ് ആകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ തോന്നും. നമ്മൾ ക്രീം ആകുമ്പോൾ കണ്ടാൽ നമുക്ക് സ്കിന്നിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് അതായത് സ്കിന്നുമായിട്ട് ശരിക്കും സെറ്റായി
സെറ്റായി പൊയ്ക്കോളും. അതൊരു നമുക്കൊരു നല്ലൊരു റിസൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും ഇഷ്ടം ഇതുപോലെ ക്രീമി ആയിട്ടുള്ള ക്രീം ടെക്സ്ചറുള്ള ബ്ലഷസാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് യൂസ് ചെയ്യുക. ഓവർ ഓയിലി ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡർ ബ്ലഷ് എടുക്കാവുന്ന. ഓയിലി സ്കിന്നുകാർ പൗഡർ ബ്ലഷ് എടുത്തോ, കുറച്ചും കൂടെ നല്ലതായിരിക്കാം. കാരണം അവർക്ക് ഭയങ്കര ഓയിലാണല്ലോ. അപ്പോൾ ഇതും ഒരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒഴുകിപ്പോകും. അതല്ല, അത്ര ഓയിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സ്കിന്നാണ്, ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രീമാണ് എപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ക്രീമി ആയിട്ടുള്ളത് എടുക്കാം. അപ്പോൾ ഇനി ഇത് ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളതല്ലേ, ഞാൻ യൂസ് ചെയ്യണത് LA Girl'de ആണ് കേട്ടോ. LA Girl'de ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം. ആവശ്യമുള്ളവർ മേടിക്കുക. ഇതൊന്നും പ്രൊമോഷൻസേ അല്ല മക്കളെ. നിങ്ങൾ ആരും കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, മാം പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനാണോ എന്നൊന്നും ചിന്തിക്കരുത്. ഇത് പ്രൊമോഷൻ അല്ല. ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് ദെൻ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുള്ളായി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്, നമ്മളെപ്പോഴും ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ബ്യൂട്ടി കോൺഷ്യസ് എന്നുള്ളത് അതൊരു ഭയങ്കരമായിട്ട് മോശം കാര്യമൊന്നുമല്ല. നമ്മളുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ സൗന്ദര്യം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താവും, നമ്മളുടെ ഉള്ള ബ്യൂട്ടി നമ്മൾ ഒന്നുകൂടെ നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്നു. സോ അതൊരു തെറ്റൊന്നുമല്ല. അതെല്ലാവരുടെയും ആഗ്രഹം, അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ വേണം. നമുക്ക് നമ്മളോട് കുറച്ചെങ്കിലും ഒരു സ്നേഹം വേണ്ടേ. അപ്പോൾ സ്നേഹം തോന്നുന്നവരെല്ലാം തന്നെ നമ്മൾ സെൽഫായിട്ട് നമ്മളെയും സ്നേഹിക്കുമ്പോൾ നമുക്കിതെല്ലാം ചെയ്യണമെന്ന് തോന്നും, ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു തെറ്റായിട്ടൊന്നും ആരും ചിന്തിക്കരുത്. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിനനുസരിച്ച് ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് എടുത്തത്, കുറച്ച് ഫെയർ സ്കിൻ ടോൺ ആയത്. അപ്പോൾ അത് കുറച്ച് നിങ്ങളുടെ സ്കിൻ ടോൺ കുറച്ച് മീഡിയം അല്ലെങ്കിൽ അതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ നമുക്കിതിൻ്റെ കുറച്ച് ഡീപ്പർ ഷെയ്ഡ് എടുത്താൽ മതി. അപ്പോൾ സ്കിൻ ടോണിനനുസരിച്ച് കുറച്ച് ഡീപ്പർ എടുക്കുക. കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ അതിൽ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയെടുത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? നമുക്ക് ഒത്തിരി ഹെവി ഒന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. പണ്ടൊക്കെ നമുക്കറിയാം, ഈ ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ രണ്ട് കവളിങ്ങനെ തൊടുത്തിരിക്കുന്ന പോലെ, അങ്ങനെയൊന്നും ഇപ്പോഴൊന്നും ആർക്കും അതൊന്നും ഇഷ്ടമല്ല. എല്ലാം നാച്ചുറലായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇത് വളരെ നാച്ചുറലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിവേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ, നിർബന്ധമായിട്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയമായിട്ടും ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ രാവിലെ മുതൽ ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക, എത്രത്തോളം യൂസ്ഫുൾ ആകുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഒത്തിരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒത്തിരി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.